വെൽക്കം ടു മൈ വ്ളോഗ്സ്. ഇത് വ്ളോഗല്ല, ഇതെൻ്റെ ഒരു സ്റ്റോറിയാണ്. ഞാൻ ഇന്നിവിടെ ഒരു കഥ പറയാൻ പോവുകയാണ്. ഞാൻ എങ്ങനെ യു എയിൽ വന്നു എന്നുള്ളത്. കാരണം എൻ്റെ കുറേ ആൾക്കാർ എൻ്റെ കമൻറ്റ് ബോക്സിലും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചും ചോദിച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് യു എയിൽ വന്നതെന്നുള്ള. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇന്ന് നമ്മളുടെ യു എൻ്റെ 53 നാഷണൽ ഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്നില്ലേ. ഇത് ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുമെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ. അപ്പം ഞാൻ എങ്ങനെയാണ് ദുബായിലേക്ക് വന്നതെന്നുള്ള കഥ ഞാൻ പറഞ്ഞു തരാം. ഞാൻ കോളേജൊക്കെ കഴിഞ്ഞ് ഒരു 1 ഇയർ ഞാൻ IELTSന് പോയിട്ടുണ്ടായിരുന്നു. 1 ഇയർ മീൻസ് IELTS എക്സാമൊക്കെ എഴുതി അതിൻ്റെ റിസൾട്ടൊക്കെ വെയിറ്റ് ചെയ്ത് അതെല്ലാം അങ്ങനെ ഞാനൊരു 1 ഇയർ സക്സസ്ഫുള്ളി ഞാൻ എൻ്റെ ലൈഫിൽ വേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നാട്ടിൽ വെറുതെ നിന്നിട്ട് കോളേജ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ നമ്മളുടെ നാട്ടിൽ ആ ഇടയിലുള്ള ഒരു ട്രെൻഡായിരുന്നു കാനഡ, അയർലൻഡ് അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുക, പുറത്തേക്ക് പോകുക, അബ്രോഡ് സ്റ്റഡീസ്. അപ്പം ഞാനും ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് IELTSന് പോയി, അത് ക്ലിയർ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ ടൈം ഞാൻ വെറുതെ നാട്ടിൽ നടന്ന് വേസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് കാരണം എനിക്ക് അതങ്ങോട്ട് പുറത്തേക്ക് പോകുന്നത് ഞാൻ വിചാരിക്കുന്ന കണക്ക് എല്ലാ കാര്യങ്ങളും നടക്കുന്നില്ലായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ ലൈഫിൽ കുറേ ടൈം വേസ്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് സെറ്റിൽ ആവണം. ഞാൻ മറ്റേ ചെറുതായിരിക്കുമ്പോൾ എനിക്ക് കുറേ ഡ്രീംസാണ്. എല്ലാവരും ചോദിക്കും നീ എന്തിനാ ഇത്ര ഡ്രീംസ് കാണുന്നത്, അല്ല ഇത്രയും വലിയ വലിയ കാര്യങ്ങളൊക്കെ എന്തിനാണ് ചിന്തിക്കുന്നത്. എനിക്ക് പുറത്തു പോകണമെന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ എൻ്റെ നാട്ടിലും എൻ്റെ റിലേറ്റീവ്സും ഒക്കെ എന്തോ വലിയ കാര്യമായിട്ടായിരുന്നു ഇതൊക്കെ കണ്ടിരുന്നത്. പക്ഷേ എൻ്റെ ഉള്ളിൽ പണ്ടേ എനിക്ക് പുറത്ത് പോകണം, പുറത്ത് ജോലി ചെയ്യണം, പുറത്ത് സെറ്റിൽ ആവണമെന്നായിരുന്നു. അതിപ്പം ഒരു GCC കൺട്രി എന്നില്ല, ഒരു യൂറോപ്യൻ കൺട്രി എന്നില്ല, ഏത് കൺട്രി ആണെങ്കിലും എനിക്ക് നാട്ടിൽ നിന്ന് മാറണം എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ആളായിരുന്നു ഞാൻ. അങ്ങനെയാണ് ഞാൻ IELTS എഴുതിയത്. പക്ഷെ പുറത്തേക്ക് പോകുന്നത് എൻ്റെ നടന്നില്ല. അപ്പം ആ സമയത്ത് ഞാൻ വിചാരിച്ച് നെക്സ്റ്റ് ഒരു ഓപ്ഷൻ വീണ്ടും പഠിച്ച് കുറേ ടൈം കളയാതെ ഞാനിപ്പം പഠിച്ച് എനിക്കൊരു ഗ്രാജുവേഷൻ ഉണ്ട്, അത് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ ആലോചിച്ച്. അപ്പം നോക്കിയ സമയത്ത് ഒരു GCC കൺട്രിയിൽ നോക്കിയ സമയത്ത് എനിക്ക് UAE ആണ് എനിക്ക് വരണമെന്ന് ആഗ്രഹം തോന്നിയ ഒരു രാജ്യം GCC കൺട്രീസിൽ. അപ്പം ഞാൻ വിസിറ്റ് വിസ എടുത്ത് നമ്മളുടെ നാട്ടിലെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ വിസിറ്റ് വിസ എടുത്തു, ടിക്കറ്റും എടുത്തു, നേരെ പോരുന്നു. കാരണം ഇവിടെ നമുക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി വേറെ ഫോർമാലിറ്റീസിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് നേരെ വിസ എടുത്തു, ടിക്കറ്റ് ബുക്ക് ചെയ്തു, ഇങ്ങോട്ട് പോരുന്നു. ഇങ്ങോട്ട് പോരുന്ന സമയത്ത് എൻ്റെ ഫാമിലിയിൽ നിന്നുണ്ടായ സപ്പോർട്ടാണെങ്കിലും സപ്പോർട്ട് അല്ലാത്ത കാര്യങ്ങളാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നോർമലി ഒരു കല്യാണം കഴിക്കാതെ ഒരാൾ പുറത്ത് പോവുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ, അതായത് പ്രത്യേകിച്ച് ഒരു പെണ്ണ് കല്യാണം കഴിക്കുന്നതിന് മുന്നേ പുറത്ത് പോകുക, ഒറ്റയ്ക്ക് പുറത്ത് പോകുക എന്നുള്ളത് ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് തിങ്ങാണ്. നമുക്ക് നമ്മുടെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാനും നാട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ആ ഒരു ഫേസ് എൻ്റെ ലൈഫിലും ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. എനിക്ക് എൻ്റെ അമ്മ, അച്ഛൻ, ബന്ധുക്കൾ ഇവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഒരു ഭയങ്കര വലിയ കാര്യമായിരുന്നു, ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ എതിർപ്പുകളൊന്നും ഞാനങ്ങനെ എടുക്കുന്ന ആളല്ല. ഞാൻ എപ്പോഴും എൻ്റെ ഡിസിഷനിൽ ഉറച്ചു നിൽക്കും. അതുകൊണ്ട് എനിക്ക് ശരിയുണ്ടായാലും തെറ്റുണ്ടായാലും ഞാൻ എൻ്റെ ലൈഫിലെ ഡിസിഷൻസ് ഞാനാണ് ഇപ്പോഴും എടുത്തിട്ടുള്ളത്. പാളിപ്പോയിട്ടുണ്ട്, സക്സസ്ഫുൾ ആയിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല, ഞാനെടുത്തതല്ലേ, അപ്പം ഞാൻ ഫേസ് ചെയ്യണമല്ലോ. ഞാൻ ആ ആറ്റിറ്റ്യൂഡിൻ്റെ ആളാണ്. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ റിലേറ്റീവ്സ് ഭയങ്കര എതിർപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത എതിർപ്പായിരുന്നു. എന്തിനാണ് നീ പോകുന്നത്, കല്യാണം കഴിക്കൂ, ഇപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞില്ലേ, ഇനി കല്യാണം കഴിക്കൂ, കല്യാണം കഴിച്ചിട്ട് വേണമെങ്കിൽ നിനക്ക് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള ഒരാളെ കല്യാണം കഴിച്ച് പോകും. അങ്ങനത്തെയൊക്കെ എനിക്ക് അത് ഒട്ടും സപ്പോർട്ട് ചെയ്യാനോ അതിലൊട്ടും യോജിക്കാനോ എന്നെക്കൊണ്ട് പറ്റത്തില്ലായിരുന്നു. അതൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഡിസിഷനിൽ മുന്നോട്ട് തന്നെ പോരുന്നു. എനിക്ക് അറ്റ് ദ എൻഡ് എനിക്ക് എൻ്റെ അമ്മേനെയും എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെയാണ് എനിക്ക് ബോധിപ്പിക്കാറുള്ളത്. ഇവരോടൊക്കെ ഞാൻ കാര്യം പറഞ്ഞു, എന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാർ മനസ്സിലാക്കി കൂടെ നിന്നു, മനസ്സിലാക്കാൻ പറ്റാതെ കുറ്റം പറയുന്ന ആൾക്കാർ ഒരുപാട് പേര് കുറ്റം പറഞ്ഞു. ഇവൾക്ക് ഇത് എന്തിൻ്റെ കേടാണ്, അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ്, എന്താവാനാണ്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഒരു ഭയങ്കര തെറ്റിദ്ധാരണയുണ്ട്. അതായത് പുറത്ത് പോകുന്നൊരു പെൺകുട്ടി എന്ന് പറയുന്നത്
അവരവിടെ പോയിട്ട് എന്താ ചെയ്യുന്നത്, അവരവിടെ പോയിട്ട് പല രീതിയിലും ആയിരിക്കും ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, നല്ല രീതിയിലായിരിക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ധാരണകൾ നമ്മുടെ നാട്ടിൽ ഉള്ള ആൾക്കാർക്കുണ്ട്. എനിക്ക് തോന്നുന്നു എസ്പെഷ്യലി എൻ്റെ നാടെന്ന് പറയുന്ന ഒരു ഭയങ്കര വില്ലേജാണ്. അപ്പം എനിക്ക് അവരെ ആരെയും തെറ്റു പറയാൻ പറ്റത്തില്ല. അത് അവരുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻസ് അങ്ങനെ ആയിരിക്കും. അപ്പം ഞാൻ ഇതിനെയെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ ദുബായിലേക്ക് വന്നു. ദുബായിലേക്ക് വന്ന സമയത്താണ് എൻ്റെ കൂടെ തന്നെ കോവിഡും പോരുന്നു. ഞാനിവിടെ എത്തി എനിക്ക് തോന്നുന്നു 1 വീക്ക്. ആ 1 വീക്കിൽ എനിക്ക് കുറേ ഇൻ്റർവ്യൂസ് കിട്ടി. ആ 1 വീക്കിൽ തന്നെ കോവിഡ് വന്നു, ലോക്ക്ഡൗൺ ആയി. 2020 ഫെബ്രുവരിയിലായിരുന്നു. ഫെബ്രുവരി കഴിഞ്ഞൊരു ഹാഫൊക്കെ ആയപ്പോഴത്തേക്ക് UAE കംപ്ലീറ്റ് ക്ലോസ് ആയി. ഇവിടെ നിന്ന് ആർക്കും പുറത്തോട്ട് പോകാനും ഇവിടെ ഉള്ളവർക്ക് റൂമിൽ നിന്ന് തന്നെ വെളിയിൽ വരാൻ പറ്റാത്ത സിറ്റുവേഷനായി. ഇവിടെ UAEയിൽ കോവിഡ് ടൈമിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അറിയാം, അതൊരു ഭയങ്കര ബാഡ് ഒരു വോസ് സിറ്റുവേഷൻ ആയിരുന്നു. ജോലിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വന്നതും സ്റ്റക്കായി. ദൈവമേ, ഇനി നാട്ടുകാരോടൊക്കെ എന്ത് പറയും, വീട്ടുകാരോട് എന്ത് പറയും, ഇത്രയൊക്കെ അടിയും ബഹളം ഉണ്ടാക്കി പോരുന്നു. പക്ഷേ തോറ്റു കൊടുക്കത്തില്ല. അങ്ങനെ കുറച്ച് നാൾ ഇവിടെ നിന്നു. കാരണം ആ ഒരു സമയത്ത് 3 മന്ത്സ് വിസിറ്റ് വിസ കഴിഞ്ഞു. 3 മന്ത്സും കഴിഞ്ഞു. ആ ഒരു പീരീഡിൽ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. കോവിഡിൻ്റെ സമയത്ത് നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് 6 മന്ത്സത്തേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ ആ സമയത്തുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ ഫ്രീ ആയിട്ട് നിൽക്കാമെന്നുള്ളൊരു രീതിയിൽ. അങ്ങനെ ഞാനിവിടെ ഒരു 4-5 മന്ത്സ് ഞാനിവിടെ നിന്നു. ആ സമയത്ത് 2-3 ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കിട്ടിയ ഇൻ്റർവ്യൂസൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം ഫസ്റ്റ് ചാർട്ടേഡ് ഫ്ലൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റ് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു കോവിഡ് ടൈമിൽ, നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഫസ്റ്റ് ചാർട്ടേഡ് ഫ്ലൈറ്റ് ഓപ്പൺ ആയ സമയത്ത് ഞാൻ ഭയങ്കര ഒരു 6 മാസമാണോ അറൗണ്ട് 4 മന്ത്സോളം നമ്മളൊരു റൂമിൽ, നമ്മുടെ നാട്ടിലൊരു ക്വാറന്റൈൻ ഇരിക്കുന്ന പോലെയല്ല, നമ്മൾ ഇവിടെ പരിചയമില്ലാത്തൊരു സ്ഥലത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഭയങ്കര ഒരു ബാഡ് സിറ്റുവേഷനിലായിരുന്നു. അപ്പം എനിക്ക് എത്രയും പെട്ടെന്ന് നാട്ടിൽ പോകണം എന്നുള്ളൊരു ചിന്തയൊക്കെ വന്നു. അങ്ങനെ ഞാൻ നാട്ടിൽ പോയതിന് ശേഷം ഫസ്റ്റ് ചാർട്ടേഡ് ഫ്ലൈറ്റ് ഓപ്പൺ ആയ സമയത്ത് എനിക്ക് എൻ്റെ അച്ഛൻ ക്യാഷ് ഇട്ട് വന്നു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. അങ്ങനെ ഞാനതിൽ ടിക്കറ്റ് എടുത്ത് ഫസ്റ്റ് തന്നെ എയർ അറേബ്യ ആയിരുന്നു. ഞാൻ ആ എയർ അറേബ്യയിൽ നാട്ടിൽ പോയി. നാട്ടിൽ ചെന്ന സമയത്ത് വീണ്ടും ആൾക്കാരുടെ എന്ത് പറ്റി, പോയിട്ടൊന്നും ആയില്ലേ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷെ ഞാൻ വന്നതിൻ്റെ സിറ്റുവേഷൻ ഇതായിരുന്നു. ആ സമയത്ത് ഞാൻ ഇവിടെ നിന്ന് കുറച്ചും കൂടെ പൈസ വേസ്റ്റ് ആക്കുന്നതിലും ഭേദം ഞാൻ നാട്ടിൽ പോയി നിന്നിട്ട് ഇവിടെ എല്ലാം ഓക്കെ ആവുന്ന സമയത്ത് തിരിച്ചു വരുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ കോവിഡായിട്ട് ഉള്ള ആൾക്കാരുടെ എല്ലാം ജോലി പോയി, കമ്പനികളൊന്നും ഹയറിങ് നടത്തുന്നില്ല, അങ്ങനത്തെ ഒരു ഫേസ് ആയിരുന്നു. അപ്പം ഞാനിവിടെ വീണ്ടും ഒരു 5 മന്ത്സോ 6 മന്ത്സോ കൂടെ ഞാനിവിടെ നിന്നിട്ട് എൻ്റെ ടൈമും എൻ്റെ ക്യാഷ് വേസ്റ്റ് ആവത്തുള്ളൂ. ആ ഒരു ഇത് കൊണ്ടാണ് ഞാൻ തിരിച്ച് നാട്ടിൽ പോയത്. ഞാൻ നാട്ടിൽ പോയിട്ട് ഞാൻ ഒരു 6 മന്ത്സ് കഴിഞ്ഞപ്പം UAEയിലെല്ലാം ഓക്കെ ആയി. പക്ഷേ നാട്ടിൽ സിറ്റുവേഷൻ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കോവിഡ് ആദ്യം നാട്ടിൽ ഭയങ്കര പ്രൊട്ടസ്റ്റ് ചെയ്ത് നിന്നിട്ട് പിന്നെ അത് വേസ്റ്റ് സിറ്റുവേഷനിലേക്കായിരുന്നു നമ്മുടെ നാട്ടിൽ പോയത്. അപ്പോൾ നാട്ടിൽ കോവിഡിൻ്റെ സിറ്റുവേഷൻ ഭയങ്കര വേസ്റ്റ് ആവുന്നു. ഇവിടെ എല്ലാം ബാക്ക് ടു നോർമലായി. ഇവിടെ ഹയറിങ് സ്റ്റാർട്ടായി. കാരണം ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് മെയിൽ അയച്ചതും മെസ്സേജ് അയച്ചതിനും ഒക്കെ ഒരുപാട് റെസ്പോൺസ് ഒരു 6 മന്ത്സ് ഞാൻ നാട്ടിലെത്തിയതിന് ശേഷം എനിക്ക് വരാൻ തുടങ്ങി. മെയിൽസ് വരാൻ തുടങ്ങി, ഇൻ്റർവ്യൂവിൻ്റെ കോൾസ്, മെയിൽസ് എല്ലാം. കാരണം ഞാൻ ആ സിമ്മും ആ വാട്സപ്പും ഞാൻ ആ നാട്ടിൽ ചെന്നിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നി വീണ്ടും വരാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നു. ആ ഒരു സമയത്ത് തന്നെ ഞാൻ അറ്റൻഡ് ചെയ്തൊരു ഇൻ്റർവ്യൂവിൻ്റെ കമ്പനിയിൽ നിന്ന് എനിക്ക് വിസിറ്റ് വിസയും ടിക്കറ്റും അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. വന്ന് നോക്കൂ, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എംപ്ലോയ്മെൻറ്റ് വിസ അടിക്കാമെന്ന്. അങ്ങനെ ഞാൻ അതിൽ വീണ്ടും തിരിച്ച് UAEയിലേക്ക് വന്നു. വീണ്ടും ആൾക്കാർ ഓരോന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ലൈഫാണ്, ഞാനാണ് ഡിസിഷൻ എടുക്കേണ്ടത്. എനിക്ക് ജോലി ചെയ്യണം. എനിക്ക് ജോലി ചെയ്താലേ എൻ്റെ വീട്ടുകാരെ, എൻ്റെ പേരൻസിനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ വീണ്ടും തിരിച്ചിങ്ങോട്ട് പോരുന്നു. വന്ന സമയത്ത് ആ വിസ അയച്ചു തന്ന കമ്പനിയിൽ ഞാൻ കയറി. പക്ഷെ അത് എൻ്റെ പ്രൊഫഷനുമായിട്ടോ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ജോലി ആയിരുന്നില്ല. അത് മോശമായിരുന്നെന്ന് ഞാൻ പറയുന്നില്ല, നല്ലൊരു ജോലിയായിരുന്നു. പക്ഷേ ഞാനൊരു BCom ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഫീൽഡുമായിട്ട് എനിക്ക് എപ്പോഴും ഒരു ഗ്രോത്ത് ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ജോലിക്ക് കയറണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. സോ ആ ടൈമിൽ ഞാൻ ആ കമ്പനിയിൽ പറഞ്ഞു, നിങ്ങൾ എനിക്ക് ആ എക്സ്പെൻസ് ഞാൻ റീഫണ്ട് ചെയ്യാം, ഞാൻ വേറെ ജോലി നോക്കട്ടെ. കാരണം എനിക്ക് പറ്റിയൊരു ജോലിയാണിതെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവർക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അവരെനിക്ക് ഓക്കെ, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു മാസം ടൈമേ ഉള്ളൂ. ഒരു മാസം എനിക്ക് എൻ്റെ കയ്യിൽ ഒരു മാസത്തേക്കുള്ള എക്സ്പെൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു, ക്യാഷും എല്ലാം ഉണ്ടായിരുന്നു. വിത്തിൻ 1 മന്ത് എനിക്ക് വേറൊരു ജോലി കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് അടുത്ത റെൻറ്റ് പേ ചെയ്യാൻ പറ്റത്തുള്ളൂ, എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു മാസം എൻ്റെ മുന്നിൽ എൻ്റെ ഒരു ഭയങ്കര
എൻ്റെ ലൈഫിലെ ഡിഫിക്കൽട്ട് ടൈമായിരുന്നു. ഇപ്പോഴും എനിക്കത് ആലോചിക്കുമ്പോൾ മൈ ഗോഡ്, എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ ഇതൊക്കെ പാസ് ചെയ്ത് പോയിന്ന്. അപ്പം മുന്നേ അയച്ച ആൾക്കാരൊക്കെ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഞാൻ വീണ്ടും മെസ്സേജ് അയച്ചു. കുറേ ആൾക്കാർ റെസ്പോൺസ് ചെയ്തു. പക്ഷെ എനിക്ക് എപ്പോഴും മെസ്സേജസ് വരുമ്പോൾ ഞാൻ ജോബിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കും. ഇതെനിക്ക് പറ്റുമോ, ഞാൻ ചുമ്മാ പോയിട്ട് ഒരിടത്ത് ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല, അവർക്കും ബുദ്ധിമുട്ടാവരുത്, എനിക്കും അത് ബുദ്ധിമുട്ടാവരുത്. അങ്ങനെ ഇരിക്കെ ഞാനിപ്പം വർക്ക് ചെയ്യുന്ന എൻ്റെ കമ്പനിയിൽ നിന്ന് ഇൻ്റർവ്യൂ വന്നു. ഞാൻ ഈ പറഞ്ഞ ആൾക്ക് 1 മാസം ആയില്ല. 25-ാം തീയതി ഞാൻ വന്നത്. 25 1 മാസം ആകത്തുള്ളൂ. 19-ാം തീയതി ആ ഒരു ടൈമിൽ എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ മെയിൽ വന്നു. അപ്പോൾ ഞാൻ എൻ്റെ കമ്പനീൻ്റെ നോക്കിയപ്പോഴത്തേക്ക് ഓഡിറ്റ് ഫേമാണ്, ടാക്സ് ആണ്. അപ്പം ഞാനൊരു BCom ആണ്, അപ്പം അക്കൗണ്ട്സ് ആണ്. എൻ്റെ ഫീൽഡുമായിട്ട് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. എനിക്ക് ഇവിടുത്തെ ടാക്സിനെ പറ്റി അറിയത്തില്ല. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് പഠിക്കാൻ തുടങ്ങി, എന്താണ് UAE ടാക്സ് കാര്യങ്ങൾ. അപ്പോൾ ഇൻ്റർവ്യൂവിന് വേണ്ടി നല്ല പ്രിപ്പയർ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇൻ്റർവ്യൂവിന് ചെന്ന സമയത്ത് എൻ്റെ ഗുഡ് ലക്ക്, എൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചോദിച്ചില്ല. എൻ്റെ CEO ആയിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ എടുത്തത്. ഇൻ്റർവ്യൂ സെറ്റായി. എൻ്റെ അടുത്ത് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച് ഞാൻ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്കെല്ലാം ഓക്കെ ആയിരുന്നു. കാരണം എൻ്റെ ഫീൽഡും എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ എനിക്കെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ഞാനങ്ങനെ ആ ജോലിക്ക് ജോയിൻ ചെയ്തു. ഒരു 21-നോ 2-നോ എൻ്റെ അടുത്ത് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. 21-നായിരുന്നു ഇൻ്റർവ്യൂ. 23-ന് ഞാൻ ഓഫർ ലെറ്റർ സൈൻ ചെയ്തു. ജോലിക്ക് കയറി. അതായത് 25 ആകുമ്പോഴത്തേക്ക് 1 മാസമാവും. അപ്പോൾ 1 മാസം കറക്റ്റ് ആവുന്നതിന് മുമ്പേ എനിക്ക് ജോലിക്ക് കയറി. അപ്പോൾ ഞാൻ 23-ന് ജോലിക്ക് കയറിയുണ്ട്. 13th ആയപ്പോഴത്തേക്ക് എനിക്ക് ഒരു 7 ഡേയ്സിലെ സാലറി അവർ ക്ലോസ് ചെയ്യുന്ന രീതിയിൽ എനിക്ക് 7 ഡേയ്സിലെ സാലറി കിട്ടി. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് മന്തിലെ കാര്യങ്ങളും എല്ലാം ഓക്കെ ആയി. അന്ന് ഞാൻ എൻ്റെ ലൈഫ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. എൻ്റെ ദുബായ് ജീവിതം, എൻ്റെ ഒരു ജോലി, എൻ്റെ ഒരു കരിയർ എല്ലാം ഞാൻ ആ ഒരു ദിവസം 2021 ഏപ്രിൽ 21-നാണ് എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് 23-ന് ഞാൻ ജോയിൻ ചെയ്തു. അവിടെ ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തതാണ്. എൻ്റെ ദുബായ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പം ഞാൻ നോക്കുവാണെങ്കിൽ ഞാൻ താഴേക്കൊന്നും പോയിട്ടില്ല. എല്ലാം മുകളിലേക്ക് പോയിട്ടുള്ളൂ. ഞാൻ എൻ്റെ കരിയറിലാണെങ്കിലും എൻ്റെ ലൈഫിലാണെങ്കിലും എൻ്റെ അച്ചീവ്മെൻറ്റ്സിലാണെങ്കിലും എല്ലാം ഹാപ്പിയാണ്. എനിക്കൊരു ജോലി കിട്ടി 1 ഇയറിനുള്ളിൽ. ഞാൻ എൻ്റെ ഡ്രീം എൻ്റെ ലൈഫിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഒരു ഡ്രീമായിരുന്നു എനിക്ക് വീട് വെക്കണമെന്നുള്ളത്. ഞാൻ വിത്തിൻ 1 ഇയർ തന്നെ ഞാൻ എൻ്റെ വീട് വെച്ചു. വീട് വെക്കുന്ന സ്റ്റേജസ് സ്റ്റാർട്ട് ചെയ്തു. 22-ൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. 23-ൽ കാര്യങ്ങൾ നടന്നു. 23 നവംബറിൽ ഞാൻ എൻ്റെ ഹൗസ് വാമിങ് നടത്തി. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ ഡ്രീംസും അച്ചീവ് ചെയ്ത്. അപ്പോൾ ഇവിടെ വരുന്നവരാണെങ്കിലും കഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും ജോലിക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിലും എങ്ങനെ ജോലി കിട്ടും, എങ്ങനെ ജോലി നോക്കണമെന്ന് അറിയാത്ത ആൾക്കാരാണെങ്കിൽ എനിക്ക് തരാനുള്ള അഡ്വൈസ് ആണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുക. നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ നമുക്കതിലേക്ക് എത്തിപ്പെടാൻ കുറേ വഴികളുണ്ടാവും. നമ്മളുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു വഴി ചൂസ് ചെയ്യുക. ആരെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അവിടെ തന്നെ സ്റ്റേ ആവുക. നമുക്ക് ഡ്രീം ഉണ്ടെങ്കിൽ നമ്മുടെ ഡ്രീം നമുക്കേ അറിയത്തുള്ളൂ. നമ്മളുടെ ആഗ്രഹം എന്താണ്, നമ്മളുടെ സ്വപ്നം എന്താണ്, വേറെ ആർക്കും അറിയത്തില്ല. അപ്പം ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ക്രിട്ടിസൈസ് ചെയ്യും. ഇതിൽ കൂടെ എടുത്ത് അപ്പുറത്തൂടെ കളയുക. ഞാൻ ചെയ്യുന്നതായിരുന്നു. എനിക്കതുകൊണ്ട് മോശമൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പം ഞാൻ സ്വന്തമായിട്ട് വീട് വെച്ച് ഞാനാണ് എൻ്റെ ഫാമിലിനെ, എൻ്റെ അമ്മേനെ നോക്കുന്നത്, എൻ്റെ വീട്ടിൽ കാര്യങ്ങൾ നോക്കുന്നത്. ഞാൻ ഭയങ്കര പ്രൗഡാണ്. എൻ്റെ ഈ ഒരു 20s ഞാൻ ഈ ഒരു എല്ലാ അച്ചീവ്മെൻറ്റ്സും ചെയ്തത്. അപ്പം ഇവിടെ വന്ന് ജോലി നോക്കുന്നവരാണെങ്കിൽ എല്ലാവരും എന്നോട് ചോദിക്കുക എങ്ങനെയാണ് ജോലി കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഏതാണോ, നമുക്ക് എന്ത് ജോബാണോ വേണ്ട ആ ഒരു ജോബിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുക. പിന്നെ മാക്സിമം ലിങ്ക്ഡിൻ, ഇൻഡീഡ് ഇങ്ങനെയൊക്കെയുള്ളൊരു പ്ലാറ്റ്ഫോമിൽ അപ്ലൈ ചെയ്യുക. പിന്നെ അത്രയൊക്കെ ഉള്ളു. അപ്പം ഞാൻ ഇന്നത്തെ എൻ്റെ പ്രസംഗം ഇതോടെ നിർത്തുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്തിടാം. ബൈ ബൈ.